കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് തുടരുന്നത്. NIT വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയാണ് നടക്കുന്നത്. അർജുൻ അടക്കം 3 പേരാണ് മണ്ണിനടിയിൽ ഉള്ളത്. അവിടെ അറിയത്തില്ല കറക്റ്റായിട്ട്. നമുക്ക് മൾട്ടിപ്പിൾ റീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്കത് പറയാൻ പറ്റില്ല അത് ട്രക്ക് തന്നെയാണോ എന്താന്ന്. ബിക്കോസ് ഇത് മെറ്റലും ഡിറ്റക്ട് ചെയ്യും, റോക്കും ഡിറ്റക്ട് ചെയ്യും. സോ നമുക്കത് പറയാൻ പറ്റത്തില്ല എക്സാക്ട്ലി ട്രക്കാണോ. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മൾ രാവിലെ പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് റഡാർ കൊണ്ടുവന്നിട്ടുള്ള പരിശോധന, മണ്ണിനടിയിൽ ആഴത്തിൽ എന്ത് പുതഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും അറിയാൻ സാധിക്കുന്ന സംവിധാനം, അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 3 പേർ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന സൂചനകൾ. അവിടെയുള്ളവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് അവിടെ നിന്ന്? ലക്ഷ്മി, അല്പം മുൻപ് ഇത്തരത്തിൽ റഡാറിൽ ഇത്തരം ചിത്രങ്ങൾ തെളിഞ്ഞതായ ഒരു വാർത്ത പറഞ്ഞിരുന്നു. എന്തായാലും റഡാർ പരിശോധിച്ചവർ ഇതിനെ നിഷേധിക്കുകയാണ്. കാരണം ആ സ്ഥലത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും ഇരുമ്പുമായി ബന്ധപ്പെട്ട് ടവർ ഉൾപ്പെടെയുള്ളവ ആ പ്രദേശത്ത് തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ തകർന്നു വീഴുന്ന ഒരു റഡാറിൽ ആ ചിത്രം പതിയാനുള്ള സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ നിലവിൽ ഉറപ്പിച്ചു പറയുന്ന ലോറി എന്തായാലും ആവശ്യത്താണ്. ഈ ലോറി GPR ലഭിച്ച പ്രദേശത്താണ് നിലവിൽ ഇത്തരം പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും കളക്ടറും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ച് ബംഗളൂരുവിൽ നിന്ന് രാവിലെ റഡാർ എത്തിച്ചിരുന്നു. വിദഗ്ധമായ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. അത് മണ്ണിനടിയിൽ ആഴത്തിൽ പൊതിഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന സംവിധാനം കൂടിയാണ്. മാത്രമല്ല ഇത്തരത്തിൽ NIT വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയാണ് ഇത്തരത്തിൽ നടക്കുന്നത്. തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷമാണ് എന്നുള്ളത്. ഈ 4 ദിവസത്തിന് ശേഷം ഇന്ന് അന്തരീക്ഷം എന്തായാലും കാലാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഇന്നലെയൊക്കെ രക്ഷാപ്രവർത്തനത്തിന് മോശം കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥ തടസ്സം സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയും 9 മണിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ഇത്തരത്തിൽ തിരച്ചിൽ. ഇന്ന് പുലർച്ചെ ആരംഭിച്ചു. 6-6:30 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശ്രീജിത്ത് അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. എന്തായാലും റഡാർ ഉപയോഗിച്ചുകൊണ്ട് NIT വിദഗ്ധ സംഘത്തിന്റെ സഹായത്തോടുകൂടി പരിശോധന നടക്കുന്ന സാഹചര്യം, തിരച്ചിൽ നടക്കുന്ന സാഹചര്യം.